കേരളപാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകൾ എന്ന പാഠഭാഗം ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിൽ നിന്നെടുത്തിട്ടുള്ള ഭാഗമാണ് പാഠഭാഗം. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകൾ എന്ന പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കുമല്ലോ. വാക്കുകൾ പൂക്കുന്ന പൊയ്ക, നീന്തിത്തുടിക്കുന്ന സ്വാതന്ത്ര്യം. ഇതിൻ്റെ ആശയം തിരിച്ചറിയേണ്ടതുണ്ട്. വാക്കുകൾ പൂക്കുന്ന പൊയ്കയായിരുന്നു എഴുത്തച്ഛൻ്റെ കാവ്യലോകം. സാഹിത്യവും പദസമ്പത്തും വളർന്ന് ഉണ്ണായി വാര്യരുടെ കാലമായപ്പോഴേക്കും ഭാഷ നീന്തിത്തുടിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകിലേറിക്കഴിഞ്ഞിരുന്നു. ഭാഷ വിമോചനത്തിൻ്റെ ആയുധമാണ്. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. നളചരിതത്തിന് ആട്ടക്കഥാ സാഹിത്യത്തിൽ പ്രഥമ സ്ഥാനമാണുള്ളത്. മറ്റ് ആട്ടക്കഥകളുടെ കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പലരും കാണിക്കാത്ത കലാവിരുത് പാത്രസൃഷ്ടി കർമ്മത്തിൽ വാര്യർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നളചരിതം ആട്ടക്കഥയുടെ മറ്റൊരു പ്രത്യേകത അതിലെ നാടകീയതയാണ്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ മലയാളികളുടെ ശാകുന്തളമാണെന്ന് പറയാം. നളചരിതം ആട്ടക്കഥയെ മനസ്സിലാക്കിയാൽ നരചരിതം, അതായത് മനുഷ്യചരിതം തന്നെയാണ് നളചരിതം എന്ന് തിരിച്ചറിയാൻ കഴിയും. മനുഷ്യജീവിതം സംദ്രാസം നിറഞ്ഞ, അതായത് ടെൻഷൻ നിറഞ്ഞതാണ്. അതിൽ നിന്നുള്ള മോചനമാണ് ആത്യന്തികമായ ലക്ഷ്യം. സംദ്രാസത്തിൽ നിന്നുള്ള മോചനമാണ് സ്വാതന്ത്ര്യം. ശരീരവും മനസ്സും സ്വതന്ത്രമാകുന്നിടത്തെ ജീവിതം ആസ്വാദ്യകരമാവുകയുള്ളൂ. ശ്ലോകങ്ങൾ, പദങ്ങൾ, ദണ്ഡകങ്ങൾ എന്നിവ ഇടകലർന്നതാണ് ആട്ടക്കഥയുടെ സ്വരൂപം. ഭൂത ഭാവി കഥകളെ ബന്ധിപ്പിക്കുന്നതിനും രംഗനിർദ്ദേശം ചെയ്യുന്നതിനും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിനും കഥകളിൽ ശ്ലോകങ്ങൾ ഉപയോഗിക്കുന്നു. ചില ശ്ലോകങ്ങൾ അഭിനയിക്കാനുമുണ്ടാകും. മിക്കവാറും ശ്ലോകങ്ങൾ കവിവാക്യങ്ങളായിരിക്കും. പദങ്ങളെല്ലാം കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളായിരിക്കും. ഓരോ പദത്തിനും പല്ലവി, അനുപല്ലവി, ചരണം എന്നിങ്ങനെ 3 വിഭാഗങ്ങൾ ഉണ്ട്. ഇനി നമുക്ക് പാഠസന്ദർഭം എന്താണെന്ന് നോക്കാം. വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി. ഭൈമി എന്ന പേരുമുണ്ട്. സുന്ദരിമാരിൽ സുന്ദരി ആയതുകൊണ്ട്, സുന്ദരിമാരുടെ ഡെമ്പിനെ ഇല്ലാതാക്കിയതുകൊണ്ട് ദമയന്തി എന്ന പേരുണ്ട് എന്നും പറയപ്പെടുന്നു. നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷധ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു. പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണ്ണവർണ്ണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം. ഇനി നമുക്ക് പാഠഭാഗത്തിലെ വരികൾ വായിച്ച് അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാം. കഥകളി സംഗീതം എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇവിടെ ഖണ്ഡാരം, സാവേരി എന്നത് രാഗമാണ്. അടന്ത അതിൻ്റെ താളമാണ്. അനക്കം കൂടാതെ നരവരനണഞ്ഞാശു പുതുകാത് അനർഘ സ്വർണാഭം ചൈതമരയന്ന പരിവൃഢം ഇണക്കാമെന്നോർത്തങ്ങിതമൊടു പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനത രുരോദാതികരുണം. ഇനി നമുക്ക് ഇതിൻ്റെ പദങ്ങളുടെ അർത്ഥവും ആശയം ഒന്ന് മനസ്സിലാക്കാം. അനക്കം കൂടാതെ, ശബ്ദമുണ്ടാക്കാതെ. നരൻ മനുഷ്യൻ, നരവരൻ മനുഷ്യശ്രേഷ്ഠൻ. ഇവിടെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ നളനെയാണ് പരാമർശിക്കുന്നത്. ആശു പെട്ടെന്ന്, കുതുകാത് വർദ്ധിച്ച താൽപ്പര്യത്തോടെ, അനർഘം അമൂല്യം, അനർഘ സ്വർണാഭം അമൂല്യമായ സ്വർണത്തിൻ്റെ ശോഭയുള്ളവൻ. നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ദമയന്തി പൂന്തോട്ടത്തിൽ വെച്ച് ഹംസത്തെ കാണുന്ന സന്ദർഭം നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. ഹംസത്തിൻ്റെ നിറവും വരവും ഒക്കെ വളരെ മനോഹരമായി നാടകീയമായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. മിന്നൽ കൊടിയിറങ്ങി മഞ്ഞിലേ വരികയോ, വിധുമണ്ഡലമിറങ്ങി ക്ഷിതിയിലേ പോരികയോ, സ്വർണവർണ്ണമാമന്നം പറന്നിങ്ങു വരികയോ, കണ്ണുകൾക്കിതു നല്ല പീയൂഷരികയോ. മിന്നൽക്കൊടി ഇറങ്ങി ഭൂമിയിലേക്ക് വരികയാണോ, അതല്ല ആകാശമാകുന്ന മണ്ഡലം മുഴുവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണോ, അതായത് സ്വർണ്ണവർണ്ണത്തോടു കൂടിയ അരയന്നം പറന്നിങ്ങി വരികയാണോ? എന്തായാലും ഇത് കണ്ണുകൾക്ക് നല്ല പീയൂഷം, അമൃതിൻ്റെ പ്രവാഹമാണ് എന്ന് അവിടെ പരാമർശിക്കുന്നുണ്ട്. ശൈതം ശയിക്കുന്ന, ഉറങ്ങുകയായിരുന്ന, അരയന്ന പരിവൃഢം
പരിവൃഢം ശ്രേഷ്ഠൻ. ഇണക്കാമെന്നോർത്ത് ഇതം ഇഷ്ടം ഇഷ്ടത്തോടെ അതിനെ പിടിക്കുന്നു. കനക്കും ശോകം പൂണ്ട് വർദ്ധിച്ച ദുഃഖത്തോടെ. അത എന്നൊരു പദമുണ്ട് അനന്തരം. രുരോധ കരഞ്ഞു. രുരോധാതി കരുണം അതികരുണം വളരെ ദയതോന്നും വണ്ണം കരഞ്ഞു. ക്രീഡകളിൽ ഏർപ്പെട്ട് ക്ഷീണിതനായ സ്വർണവർണ്ണത്തോടു കൂടിയ കംസം ഉറങ്ങുമ്പോൾ അതിനെ കണ്ട മാത്രയിൽ നരവരൻ, അതായത് നളൻ, അതിനോടുള്ള താല്പര്യം കൊണ്ട് അല്പം പോലും ശബ്ദമുണ്ടാക്കാതെ ആ അരയന്ന ശ്രേഷ്ഠനെ പിടിക്കുന്നു. ഈ അവസരത്തിൽ വർദ്ധിച്ച സങ്കടത്തോടെ അത് ദയനീയമായി കരഞ്ഞു. ഇനി നമുക്ക് പല്ലവി നോക്കാം, അനുപല്ലവിയും മനസ്സിലാക്കാം. ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ. വിവശം നിരവലംബം മമ കുടുംബവുമിനി. ശിവശിവ എന്തു ചെയ്യൂ ഞാൻ. ശിവശിവ ആശ്ചര്യത്തോടെ, അതായത് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള ആ ആശ്ചര്യമാണ്. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്നെ ചതിച്ചു കൊല്ലുകയാണോ രാജേന്ദ്രൻ, രാജാക്കന്മാരിൽ രാജാവായിട്ടുള്ള ഇന്ദ്രനായിട്ടുള്ള എന്ന് ഇവിടെ മനസ്സിലാക്കാം. കംസം ഇങ്ങനെ സംശയിക്കുന്നു. വിവശം, വിവശത അല്ലെങ്കിൽ ക്ഷീണം. നിരവലംബം, ആശ്രയമില്ലാത്ത. മമ എൻ്റെ കുടുംബവും ഇനി യാതൊരു ആശ്രയവുമില്ലാത്ത എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇനി എന്താകും? അടുത്തത് ചരണമാണ്. ജനകൻ മരിച്ചുപോയി തനയൻ ഞാനൊരുത്തനൻ. ജനനി തൻ്റെ ദശയിങ്ങനെ അപീച്ച മമ ദയിത. കളിയല്ലനതിചിരസൂത പ്രാണൻ കളയും അതിവിദുര. എന്നാൽ കുലമിതഖിലവും അറുതി വന്നിതു. ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ. ജനകൻ അച്ഛൻ മരിച്ചുപോയി. തനയൻ പുത്രനായിട്ട് ഞാൻ ഒരാളാണുള്ളത്. ജനനി അമ്മ. ദശ അവസ്ഥ, അമ്മയുടെ അവസ്ഥ ഇതാണ്. അഭിച്ച അതുമാത്രമല്ല. ദയിത ഭാര്യ. അനതിചിരസൂത പ്രസവിച്ചിട്ട് ഏറെ നാൾ കഴിഞ്ഞിട്ടില്ല. പ്രാണൻ കളയും അതിവിദുര. അതിദുഃഖിതയായ അവൾ ഇതറിഞ്ഞാൽ പ്രാണൻ കളയും. അങ്ങനെയെങ്കിൽ കുലമിതഖിലം, എൻ്റെ കുലം, കുടുംബം മുഴുവനായും അറുതി വന്നു പോകും, നശിച്ചു പോകും. ചരണം രണ്ടാമത്തത്. ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ. മനസ്സിരുചി ജനകം എൻ്റെ ചിറക് മണികനകം. ഇതുകൊണ്ടാകാ നീ ധനികൻ. അയ്യോ ഗുണവുമനവധി ദോഷമായിതു. ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ കൊന്നാൽ നിനക്ക് വലിയതായ ദുരിതം ഉണ്ടാകും. തവ നിനക്ക് ഭൂപതേ, ഭൂമിയുടെ പതിയായിട്ടുള്ളവൻ രാജാവ്. മനസ്സിരുചി ജനകം മനസ്സിൽ കൊതിയുള്ളവാക്കുന്ന. നിനക്ക് മനസ്സിൽ കൊതിയുള്ളത് കൊണ്ടായിരിക്കാം നീ എന്നെ പിടിച്ചത്. എൻ്റെ ചിറകാകട്ടെ മണികനകം, ഏറ്റവും നല്ല സ്വർണത്തോടു കൂടിയതാണ്. ഇതുകൊണ്ട് നിനക്ക് ധനികനാകാൻ കഴിയും. അയ്യോ ഗുണവും അനവധി ദോഷമായത്,
വളരെ വേദനയോടെ ഹംസം തൻ്റെ ഗുണം തനിക്ക് ദോഷമായി ഭവിച്ചു എന്ന് ഇവിടെ തിരിച്ചറിയുന്നു. ആരെയും ആകർഷിക്കുന്ന സ്വർണ്ണനിറം എനിക്ക് മാത്രം ഉള്ളതുകൊണ്ടാണല്ലോ രാജാവ് എന്നെ പിടിച്ചത്. ഇതൊരു സത്യം കൂടിയാണ്. ലോകത്ത് പലയിടത്തും മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അതിൻ്റെ വിലപിടിപ്പുള്ള പലതും നമ്മൾ വിൽക്കുകയോ കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നളന്റെ വാക്കുകളാണ്. അറിക ഹംസമേ അരുതു പരിദേവിധം വിരസഭാവമില്ല നിന്നിൽ മേ ദേഹമനുപമിതം കാൺമാൻ മോഹഭരമുദിതം നിങ്കൽ സ്നേഹമേ വിഹിതം നാമയ ദ്രോഗമിതു പൊഴുത് അമരകവര ഗുണനിധേ ഖേദമരുതേ പറന്നിച്ചയ്ക്കൊത്ത വഴികച്ച നീ പറന്നിച്ചയ്ക്കൊത്ത വഴി ഗച്ച നീ. ഇവിടെ നളൻ ഹംസത്തോട് ഇപ്രകാരം പറയുന്നു. അല്ലയോ ഹംസമേ, അല്പം പോലും നീ വിഷമിക്കരുത്. പരിദേവിതം വിലാപം, എനിക്ക് നിന്നോട് വിരോധമില്ല. വിരസം ഇഷ്ടക്കേട് മേ എനിക്ക്. ദേഹമനുപമിതം അനുപമം ഉപമിക്കാൻ കഴിയാത്ത, നിന്റെ ശരീരമാകട്ടെ ഉപമിക്കാൻ കഴിയാത്ത സൗന്ദര്യമുള്ളതാണ്. അതുകൊണ്ടാണ് എന്നിൽ മോഹമുണ്ടായത്. മോഹഭരം ഉദിതം കവിഞ്ഞ മോഹമുണ്ടായി. എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹമേ വിഹിതം എന്നാണ് പറയുന്നത്. ന മയ ദ്രോഹം, ഞാൻ നിനക്ക് ദോഷം ചെയ്യില്ല. ദ്രോഹം ഇത് പൊഴുത അമര കകവര, കകം പക്ഷി, കകവരൻ പക്ഷിശ്രേഷ്ഠൻ. ഗുണനിധേ ഗുണങ്ങൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവനെ, തേ നിനക്ക് ഖേദമുണ്ടാകരുത്, ദുഃഖമുണ്ടാകരുത്. പറന്നിച്ഛയ്ക്കൊത്ത വഴി ഗച്ഛ നീ, അതായത് നിനക്ക് ഇഷ്ടപ്പെട്ട ഇച്ഛ ആഗ്രഹം ആഗ്രഹിച്ച വഴിയിലൂടെ, ഗച്ഛ യാത്ര പോവുക. ഇതാണ് പാഠഭാഗത്തിൻ്റെ ആശയം. പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.